السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين. أما بعد فأوصيكم وإياي أولا بتقوى الله. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും വളരെ വിദൂരതകളിൽ നിന്ന് യാത്ര ചെയ്ത് മഹത്തായ പരിപാടിയിൽ സന്നിഹിതരാകാൻ വേണ്ടി, ഇതിൻ്റെ ഗുണഫലങ്ങൾ ആക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. നല്ലൊരു നീയത്താണ് അതിന് വേണ്ടത്. അതുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഏത് കാര്യത്തിലും നീയത്ത് വേണം. നമ്മളെ ദീൻ അങ്ങനെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നല്ല നീയത്തോടു കൂടി ആകുമ്പോൾ സാധാരണ ചെയ്യുന്ന പണികളൊക്കെ ഇബാദത്തായി തീരും. ഉദാഹരണമായിട്ട് ചെരുപ്പിടാത്ത ആൾക്കാരൊന്നുമില്ല. പാദരക്ഷ എന്നാണ് അതിന് പറയുക. പാദത്തിന് സുരക്ഷ കിട്ടാൻ വേണ്ടിയാണ് ചെരുപ്പിടുന്നത്. എന്നാൽ എന്തെല്ലാം ഗുണഫലങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ മീതിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണത് എന്ന നീയത്തുണ്ടെങ്കിൽ സുന്നത്തിൻ്റെ കൂലിയിട്ടുള്ളൂ. മറ്റേ കാലമുള്ളൂല എന്ന് മാത്രം. അപ്പോൾ ഓരോ പ്രവൃത്തിയും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് സ്വഹാബികൾ പോയിരുന്നു. ഒരാൾ പോയത് ഉമ്മു ഖൈസിനെ കെട്ടാൻ വേണ്ടിയാണ്, വിവാഹം ചെയ്യാൻ വേണ്ടിയാണ്. ഉമ്മു ഖൈസും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പോയിട്ടുണ്ട്, ആണുങ്ങളും പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ ദീൻ രക്ഷപ്പെടുത്തുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി മദീനത്തേക്ക് പോവുക, മക്കയിലുള്ള ശല്യങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഏറ്റുവാങ്ങേണ്ടതില്ല, പോകാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, ആ കൽപ്പന അനുസരിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവ് നിയ്യത്ത് ഉദ്ദേശ്യങ്ങൾ കരുത്തോടു കൂടിയാണ് അവർ പോയത്. ഈ പറഞ്ഞ ഒരാൾ മാത്രം ഉമ്മു ഖൈസിൽ നേരത്തെ കണ്ണു വെച്ചിരുന്നു. അപ്പോൾ അവളെ മദീനത്തേക്ക് പോകാമെന്ന് കേട്ടു. അപ്പോൾ അവളെ വിവാഹം ചെയ്യണമെങ്കിൽ ഞാനും മദീനയിലേക്ക് പോകേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഉമ്മു ഖൈസ് അങ്ങോട്ട് പോയി, ഞാൻ ഇവിടെ മക്കയിലും ഇരുന്നാൽ ഈ പരിപാടി നടക്കൂല എന്ന് കരുതിയിട്ടാണ് മൂപ്പര് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വ്യംഗ്യമായി സൂചിപ്പിച്ചു. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരാളുടെ ഹിജ്റ ലിദുനിയാ യുസീബുഹ, മക്കയിൽ നിന്ന് കുറേ ആൾക്കാർ മദീനയിലേക്ക് പോവുകയാണ്. ഒക്കെ നമ്മൾ പരിചയക്കാരാണ്. അപ്പോൾ അവിടെ ചെന്നൊരു സൂപ്പർ മാർക്കറ്റോ ഒരു ഹൈപ്പർ മാർക്കറ്റോ തുടങ്ങിയാൽ പരിചയക്കാർ നൽകുക, അവരൊക്കെ കച്ചവടം എനിക്ക് കിട്ടും എന്ന് കരുതി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് ഒരാൾ പോയത്. അപ്പോൾ അവന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഗുണം കിട്ടും, ലാഭം കിട്ടും. അവ ഇംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ താൻ വേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയെ ഉദ്ദേശിച്ചാണ് പോയതെങ്കിൽ യൻകിഹുഹ, അവളെ വേൾക്കാൻ കഴിയും. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ, ചുരുക്കം പറഞ്ഞാൽ ഒരാൾ എന്തിനു വേണ്ടിയാണോ ദേശത്യാഗം ചെയ്തത്, മക്ക വിട്ട് അങ്ങോട്ട് പോയത്, അവൻ്റെ ഉദ്ദേശ്യമനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങൾ നമ്മളെ മഹദിയയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിങ്ങൾക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, വൈജ്ഞാനികമായ ഡ്യൂട്ടികളുണ്ട്, ധാർമ്മികമായ ചുമതലകളുണ്ട്. ഇൽമാണ് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. അള്ളാഹു അല്ലാമാണ്, അലീമാണ്. ആ സിഫത്ത് പടപ്പുകളിൽ ആർക്കും കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കണം, കൈമാറണം. വേള പറഞ്ഞിട്ടോ പ്രസംഗിച്ചിട്ടോ ഖുർആൻ ക്ലാസ് എടുത്തിട്ടോ ഹദീസ് ക്ലാസ് എടുത്തിട്ടോ ടീച്ചറായി സേവനം ചെയ്തിട്ടോ അല്ലെങ്കിൽ വനിതകളുടെ ഒരു സംഗമം നമ്മുടെ വീട്ടിൽ സംഘടിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടോ ഏതെങ്കിലും നിലക്ക്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിമാരും പിൽക്കാലക്കാരായ താബിഈയാത്ത്, പിൽക്കാലക്കാരായ മുസ്ലിം വനിതകൾ, മഹിളകൾ, പണ്ഡിതകൾ, ഇവരൊക്കെ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചവർ. അപ്പം നിങ്ങൾക്കും ആ ഉത്തരവാദിത്തമുണ്ട്. ഇതാണിപ്പോൾ ദാറുൽ ഹുദ. ദാറുൽ ഹുദയിൽ 11.5 വയസ്സ് 12 വയസ്സ് തികയാത്ത കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുക. നമ്മുടെ സമുദായത്തിൽ കുറച്ച് ആൾക്കാരെ അങ്ങനത്തെവരുണ്ടാവുള്ളൂ. അവർക്ക് മാത്രം പോരാ ദാറുൽ ഹുദയുടെ വൈജ്ഞാനിക സേവനങ്ങൾ മറ്റുള്ളവർക്കും വേണമെന്ന് കരുതിയിട്ടാണ് 13 കൊല്ലം മുമ്പ് 2012 സിപെറ്റ് എന്ന ഒരു പ്രത്യേക ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഘടകം രൂപീകൃതമായത്. സെൻറ്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ദാറുൽ ഹുദയിലിപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഔദ്യോഗികമായി ഔപചാരികമായി ഇവിടെ അഡ്മിഷൻ നേടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അകത്തുള്ളവരുണ്ട്, കേരളത്തിൻ്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടുള്ളൂ ദാറുൽ ഹുദയുടെ വൈജ്ഞാനിക സേവനം. അതുപോരാ, പരമാവധി വൈജ്ഞാനിക സേവനം ആവശ്യമുള്ള വൈജ്ഞാനിക ലബ്ധി അനിവാര്യമായൊരു സമൂഹമാണ്, സമുദായമാണ് മുസ്ലിമീങ്ങൾ എന്ന് വിശിഷ്യായി അവസാന കാലങ്ങളിൽ അത് വളരെ പ്രാധാന്യമേറിയതാണ് എന്ന് കണ്ടുകൊണ്ടാണ് സിപെറ്റ് അതുപോലെയുള്ള വേറെ കുറേ സംരംഭങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ അതിൽ മഹദീയ കോഴ്സ് പൂർത്തിയാക്കി കുറേ നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാരവിടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മഹദീയകളിലൂടെ നിരവധി മഹദികൾക്ക് വൈജ്ഞാനിക ഉപഹാരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. സ്ത്രീകളും അങ്ങനെ ചെയ്യണം. സഹാബി വനിതകൾ വിജ്ഞാന സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അതിന് കാരണം വിശുദ്ധ ഖുർആൻ നേരിട്ട് തന്നെ വനിതാ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഖുർആനും ഹദീസും പഠിക്കണം. പ്രത്യേകം പറഞ്ഞു പറഞ്ഞാൽ പൊതുവിൽ പഠിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. സ്ത്രീകളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ യാ നിസാഅ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന الصلاة وآتينا الزكاة وأطعنا الله ورسوله. നിസ്കരിക്കും നോമ്പൽക്കൊക്കെ വേണം. വഅതിഅന അല്ലാഹ വറസൂല, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കും വേണം. അള്ളാഹുവിൻ്റെ ശാസനകളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്ന നിലക്ക് അതിന് വലിയ മഹത്വമുണ്ട്, വലിയ പവിത്രത ഉണ്ട്. ഇതാര് പറഞ്ഞാൽ അത് അള്ളാഹ് പറഞ്ഞാണ്, നമ്മളെ സ്രഷ്ടാവ് പറഞ്ഞതാണ്. നമുക്ക് അന്നപാനാദികൾ തന്നുകൊണ്ടിരിക്കുന്ന, പ്രപഞ്ചത്തെ ആകെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ ചുവൽപ്പടിയിൽ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ മഹത്വം അങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സിലാകും തോറും ഈ ആജ്ഞാനുവർത്തിയാകുന്നതിനുള്ള മാധുര്യം കൂടിക്കൂടി വരും. അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹു തആല കൽപ്പിച്ചതനുസരിച്ച് മുത്തുനബി പഠിപ്പിച്ചു തന്നതാണ് എന്ന നിലക്ക് ആ കാര്യം ചെയ്യും. ഹിജാബിന് ആര് പഠിപ്പിച്ചതാണ്? അള്ളയും റസൂലും പഠിപ്പിച്ചതാണ്, അള്ളയും റസൂലും കൽപ്പിച്ചതാണ്. ഹിജാബ് വേണ്ട എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കാത്തവരുമാണ്. ഏതിനാ മുൻഗണന കൊടുക്കേണ്ടത്? അള്ളയും റസൂലും പറഞ്ഞതിനാണ്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അത്തിഉല്ലാഹ വർ റസൂൽ. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ കാണണം. ഹിജാബ് മാറ്റാൻ, വേഷവിധാനങ്ങൾ പരിഷ്കരിക്കാൻ, ജീവിത രീതികൾ പരിഷ്കരിക്കാൻ, മാറ്റങ്ങൾ വരുത്താൻ
ഒക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളാണ്. സത്യവിശ്വാസികൾ അത്തരക്കാർക്ക് അല്ലല്ലോ പരിഗണന നൽകേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞാൽ അത്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ മറിച്ചൊന്ന് ചിന്തിക്കാൻ പാടില്ല സത്യവിശ്വാസികൾക്ക്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. പെണ്ണുങ്ങൾക്ക് കയ്യിൽ നിന്ന് എക്സംഷനൊന്നുമില്ല, വിട്ടുവീഴ്ചയും വിടുതലും ഒഴിവുകയോ ഒന്നുമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ചെയ്യണം. അള്ളാഹു തആല മുഴുവൻ മറക്കാൻ പറഞ്ഞു, പകുതി എൻ്റെ വക ഒഴിവാക്കിയിട്ടാണ്, പകുതി റസൂലിനും അള്ളാഹ്ക്കും വേണ്ടി. അങ്ങനെയൊന്നുമില്ല. അതുദാഹരണം. അപ്പം ആ ഒരു സാംസ്കാരിക രീതി സമുദായത്തിൽ പുനഃസംവിധാനം ചെയ്യണം, പുനരാവിഷ്കരിക്കണം. അങ്ങനെ സമൂഹത്തെ പുനഃപരിവർത്തിപ്പിക്കണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. മഹാന്മാരും മാതിരികളും നേരത്തെ പറഞ്ഞതൊക്കെ മരിച്ചു പോയല്ലോ. മരിച്ചു പോയാൽ പിന്നെ ദുനിയാവിൽ പണിയൊന്നും നടക്കൂല. നിസ്കാരം വരെ ഇല്ല, പിന്നെ അങ്ങനെ കെടുക്കലേനാണ്. ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇൽമുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇൽമുള്ള ആൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും. ആണും പെണ്ണുമായി രണ്ട് വർഗമാക്കിയത് മനുഷ്യൻ്റെ ആ വർഗം ഇവിടെ നിലനിൽക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ ചില നിയമങ്ങൾ, രീതികൾ, ജീവിത ശൈലികൾ, സ്വഭാവങ്ങൾ അള്ളാഹു തആല നിർണ്ണയിച്ചു കൊടുത്തു. വേഷവിധാനങ്ങളിൽ അയാൾ വേറെ ഇവൾ വേറെ, ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ അത് വേറെ ഇത് വേറെ. നിങ്ങൾ കല്യാണം കഴിയുമ്പോൾ ഭാര്യമാരാകുന്നില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. ഭരിക്കുക മലയാളത്തിലൊരു ക്രിയ ഫെയില. അതിൻ്റെ ഇസ്മു ഫെയിലിൻ്റെ മുഅന്നസാണ് ഭാര്യ എന്ന് പറഞ്ഞത്. ഇസ്ലാം അംഗീകരിച്ച പദമല്ല അത്. ഇസ്ലാമിൽ ഭാര്യ അല്ലതാനും. ഒരു യുവതി വിവാഹിതയാകുമ്പോൾ അവർ ഭാര്യയാവുകയല്ല ചെയ്യുന്നത്, അവൾ ഭരണകർത്തൃയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മുത്തനബി പഠിപ്പിച്ചത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തിയത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോക ചരിത്രത്തിൽ. ഉദാഹരണങ്ങൾ പറയാൻ സമയമില്ല. ഭരണകർത്തൃയാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മുത്തനബി അങ്ങനെ പറഞ്ഞത്, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ ഫകുല്ലുകും റാഇൻ വമസ്ഊലുൻ അൻ റഇയതി. ഒരു സ്ത്രീ വിവാഹിതയായാൽ റാഇയത്തുൻ അവൾ ഭരണകർത്തൃയാണ്, ഫീ ബൈതി സൗജിഹാ തൻ്റെ ഭർതൃഗൃഹത്തിൽ. അർത്ഥങ്ങൾക്കറിയാം. വൽ മർഅതു റാഇയത്തുൻ, റായി എന്ന് പറഞ്ഞാൽ മേക്കുന്ന ആൾ, രാജാവ്, സൂപ്പർവൈസർ, സൂപ്രണ്ട്. പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ പൂർണ്ണ മേധാവിനി ഇവളാണ്. ഭരണകർത്തൃ ഇവളാണ്. ഭരണകർത്തൃത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവൾ ഇവളാണ്. അതാണ് വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. അവിടെ നിർത്തിയില്ല. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂട്ടി, ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, താല്പര്യങ്ങൾ, അതിനെ സംബന്ധിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. അപ്പോൾ ഈ മഹദിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി, വിജ്ഞാന സമ്പാദനം 100% ആയി എന്നല്ല അതിൻ്റെ അർത്ഥം. വിദ്യാസമ്പാദനം തുടങ്ങാനുള്ള ഒരു സ്റ്റാറ്റസിൽ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി മരിക്കോളം പഠിക്കണം. മരണം വരെയാണ് ഇസ്ലാമിലെ വിജ്ഞാന സമ്പാദന സന്ദർഭം. മഹദിയയിൽ ഇപ്പോൾ നിങ്ങൾ പൂർത്തിയാക്കിയത് നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റഡിയാണ്, ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയും. അത് വിദ്യാഭ്യാസം വിവിധ ഘട്ടങ്ങളും മേഖലകളും ഒക്കെ അതിനോരോ ഡ്യൂറേഷൻ ഉണ്ടാവും.
LP സ്കൂള് ഇത്ര കൊല്ലം, UP സ്കൂള് ഇത്ര കൊല്ലം, ഹൈസ്കൂള് ഇത്ര കൊല്ലം, +1 +2 2 കൊല്ലം, ഡിഗ്രി 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം ഇൻ്റഗ്രേറ്റഡ്, PG 2 കൊല്ലം 3 കൊല്ലം, MPhil 3 കൊല്ലം 4 കൊല്ലം, PhD 3 കൊല്ലം 4 കൊല്ലം. അത് കഴിഞ്ഞാലും പിന്നെയും പഠനമുണ്ട്. ഈ കൊല്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഒഫീഷ്യൽ സമയം. മുഅ്മിൻ എപ്പോഴും വിദ്യാർത്ഥിയായിരിക്കണം, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കണം. ഉഅ്തീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ മുത്തനബി പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിജ്ഞാനവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഒക്കെ നബി തങ്ങളുടെ ജീവിതം പഠിച്ച ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പം നിങ്ങൾ പൂർത്തിയാക്കിയ ഈ മഹദിയ എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് വിജയകരമായി പൂർത്തിയാക്കി അതിൻ്റെ ആ കോഴ്സിൻ്റെ എല്ലാ വൈജ്ഞാനിക നന്മകളും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യണം. ദുആ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല, ദുആയും വേണം, തദനുസൃതമായ പ്രവർത്തനങ്ങളും വേണം. എല്ലാ സമൂഹങ്ങളും പറയുന്നത് പോലെ പെണ്ണുങ്ങൾ പിന്നിലല്ല, ഇസ്ലാമിൽ പെണ്ണ് മുന്നിലാണ്. അതുകൊണ്ടാണ് മാതൃകാ വനിതകളായി 2 മഹദികളെ ഉയർത്തിക്കാട്ടിയപ്പോൾ അവർ പെണ്ണുങ്ങളാണ് ഖുർആൻ പറഞ്ഞത്, ആണുങ്ങൾ ചേർത്തുകൊണ്ടല്ല. മാതൃകായോഗ്യരായ നിരവധി സഹാബി ശ്രേഷ്ഠന്മാർ ഉള്ള സമൂഹത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ട് ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ വമർയമ ബിനത ഇമ്രാൻ, 2 മഹിളകളെ ലോകത്തിൻ്റെ അവസാനം വരെ വരാൻ പോകുന്ന പാരായണം ചെയ്യുന്ന ഖുർആൻ സൂക്തങ്ങൾ ഉരുവിടുന്ന ആളുകൾക്ക് മാതൃകയായി, അല്ലെങ്കിൽ അവർ അതിൻ്റെ വിളംബരം നിർവഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. പതിനേഴ് ലക്ഷം ആളുകളെ ഹജ്ജ് ചെയ്തു ഈ കൊല്ലുന്ന. ഈ 17 ലക്ഷം ആളുകളും സഫാ മറുവയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടന്നു. ഇതിൻ്റെ ലീഡർ ആരാ? ഒരു ഫിമെയിൽ ലീഡറാണ്. ആ പണി ആദ്യം നിർവഹിച്ചത് ഒരു മഹദിയാണ്. ആയിക്കോട്ടെ, അള്ളാഹ് ഞങ്ങളോട് പറഞ്ഞു മഹദിയാണ് ഹാജർ റളിയല്ലാഹു അൻഹ, അവരുടെ കാൽപ്പാടുകളെ പിൻപറ്റി ഞങ്ങൾ സഫാ മറുവയുടെ ഇടയിൽ നടക്കുക. കുറേ നടക്കണം, 7 വട്ടം. പോയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, ഉംറക്കൊക്കെ പോയവർ അല്ലെങ്കിൽ ഹജ്ജിന് പോയവർ. പറഞ്ഞു വന്നത് നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ പദവി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ മടിത്തട്ടിലാണ് പുതിയ തലമുറ ജന്മം കൊള്ളുന്നത്. ആ പുതിയ തലമുറക്ക് മാതൃകായോഗ്യമായ പാഠശാല ആകേണ്ടവർ നിങ്ങളാകുന്നു. അൽ ഉമ്മു ഉസ്താദുൽ അസാതിറത്തിൽ ഊലാ ബലഗത് മആസിറുഹും മദൽ ആഫാഖി. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി. ഉമ്മ ഒരു പാഠശാലയാണ് എന്നാണ്. ഈ തലമുറ ഉമ്മ എന്ന പാഠശാലയിലൂടെയാണ് സംസ്കാരം പഠിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പം അതിനെ പറ്റിയ രീതിയിൽ അവരെ തയ്യാറാക്കണം, അവരെ പ്രിപ്പയർ ചെയ്യണം, അവരെ സജ്ജീകരിച്ച് എടുക്കണം. നല്ല സംസ്കാരം അറിയുന്നവരായി, നല്ല സംസ്കാരം പകർത്തി കൊടുക്കാൻ കഴിവുള്ളവളായി, നല്ല സംസ്കാരത്തിൻ്റെ നന്മയും ഗുണവും നേട്ടവും അതിൻ്റെ ലാഭവുമൊക്കെ മനസ്സിലാക്കി വരുന്ന തലമുറയെ അതിൽ അടിയുറപ്പിച്ച് നിർത്താൻ ധൃഷ്ടയായി, അതിൽ തൽപരയായി ഉമ്മ ആ ദൗത്യം നിർവഹിക്കും. ഓരോ വ്യക്തിക്കും ഒരുപാട് ഗുരുനാഥന്മാരുണ്ടാവും. ഉമ്മ ആദ്യത്തെ ഗുരുനാഥയാകുന്നു. അൽ ഉസ്താദുൽ അസാതിദ അൽ ഉല ബലഗത് മആസിറുഹും മദൽ ആഫാഖി. ഉമ്മ എങ്ങനെയാണോ ഈ കുട്ടിയെ സജ്ജീകരിച്ച് തയ്യാറാക്കിയെടുക്കുന്നത്, അങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ സാംസ്കാരിക വിപണനങ്ങളും സമീപനങ്ങളും പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങളും സ്വാധീനങ്ങളും. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെറിയതല്ല, വലിയതാണ്.
ഇൻഷാ അല്ലാഹ് ശേഷം നടക്കുന്ന സംസാരങ്ങളിൽ അത് സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് സമയം അധികം എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ദാറുൽ ഹുദയുടെയും അതിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രചാരകർ കൂടിയാകണം നിങ്ങൾ. ദാറുൽ ഹുദയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വനിതകളുണ്ട്. ദാറുൽ ഹുദയെ അങ്ങേയറ്റം സ്നേഹിച്ച് കുട്ടികളെ മുഴുവൻ ദാറുൽ ഹുദയിലേക്ക് പഠിക്കാൻ അയച്ച സഹോദരിമാരുണ്ട്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതിൻ്റെ ഗുണഫലങ്ങൾ അവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരം വാക്കുകൾ കൈമാറുക കലിമത്തുൻ തയ്യിബാണത്. ഇതിന് വലിയ കൂലിയാണ്. ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹു അൽഅംസാല ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല വാക്ക്, ഒരു നല്ല വാക്ക് നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് കിട്ടിയാൽ അതിൻ്റെ കൂലി അനിർവചനീയമായിരിക്കും. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും. ഈ ആയത്തിലുള്ളത് അത് തന്നെയാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരാശയം എന്നിൽ നിന്ന് കേട്ടാൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതും തദടിസ്ഥാനത്തിലാണ്. സഹാബികൾ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യാത്ര ചെയ്തു ഈ ആവശ്യത്തിന് വേണ്ടി. ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി അവർ ചെയ്ത ശ്രമങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആ പഴയ കാലത്ത് 1500 കൊല്ലം മുമ്പ് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. അത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും അവർ സഹിച്ചു. നിങ്ങളിപ്പം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ 10 മണിയായപ്പോൾ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് സൗകര്യങ്ങളുടെ ലോകത്താണ് നമ്മളുള്ളത്. ഒരുവിധ സൗകര്യങ്ങളുമില്ലാത്ത പ്രയാസകരമായ കാലഘട്ടത്തിലാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ കിടക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ, അവർ നേടുന്ന ആ അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടിയെടുക്കാൻ അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്യേണ്ടതുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് ചെറിയതാണെങ്കിലും അതിൻ്റെ സ്വാധീനം നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരി, നിസ്സാരമാകരുത്, ആക്കരുത്. അതിനുള്ള സാഹചര്യങ്ങൾ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. ഇൽമി സേവനങ്ങൾക്കുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. അത് എങ്ങനെയെല്ലാം എവിടെയെല്ലാം ഏത് ചെറിയ രീതിയിലാണെങ്കിൽ നിർവഹിക്കാൻ കഴിയുമോ അതിന് നിങ്ങൾ മുന്നിലുണ്ടാകണം. ആ വിഷയത്തിൽ വലിയ ഉത്സാഹം നിങ്ങളടുത്തുണ്ടാകണം. കാരണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ വലിയൊരു നിധിയാണ്. അത് മറ്റുള്ളവർക്ക് കൈമാറാനുള്ള സുവർണാവസരമാണ് ലഭിക്കുന്നത് എന്ന് അതിനെ വിലയിരുത്താൻ കഴിയും. വഴിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളികളും നിങ്ങളുടെ രക്ഷാകർത്താക്കളും ഒക്കെ ഇതിൻ്റെ സഹായികളും സഹകാരികളുമായി തീരും. അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുറച്ച് പ്രയാസം ഉണ്ടാവും. വിപുലമായ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രയാസങ്ങളുണ്ടാവും. 1992 ഫാത്തിമ സഹ്റ ഇസ്ലാമിക് വിമൻസ് കോളേജ് ഇവിടെ ഉണ്ടായത്. 33 കൊല്ലമായി. ഒരു 1/3 സെൻറ്റിനറി നൂറ്റാണ്ടായി. ആ കാലത്ത് അങ്ങനത്തെ ഒരു സ്ഥാപനമില്ല. ആക്ഷേപകന്മാരുണ്ടായിരുന്നു, വിമർശകന്മാരുണ്ടായിരുന്നു. പക്ഷേ സംഗതി ദുരൂഹമായിരുന്നു. അതുകൊണ്ടാണ് പലരും ചെയ്യാതിരുന്നത്. പ്രയാസങ്ങൾ സഹിക്കാൻ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഫാത്തിമ സഹ്റ ഇസ്ലാമിക് വിമൻസ് കോളേജ് ദാറുൽ ഹുദയുടെ തൊട്ടടുത്ത് സ്ഥാപിതമാവുന്നത്. 1/3 നൂറ്റാണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള വൈജ്ഞാനിക വിതരണ, പ്രചരണ, പ്രസാരണ പ്രവർത്തനങ്ങളിൽ നിരതരാകണം. വലിയ ബറക്കത്തുണ്ടാവുകയാണ്. ബറക്കത്താണത് ബേഗലും കേശിയിലൊന്നും വെക്കാൻ കഴിയില്ല. അല്ലാഹു തആല കനിഞ്ഞേകുന്ന ഒരു അനുഗ്രഹീത അവസരമാണ്, അവസ്ഥയാണ്.
പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് നീക്കം ചെയ്യപ്പെടും. തൗഫീഖ് ഉണ്ടാകണം അതിന്. അതിനാണ് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ മുത്തനബി പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖനാ, പഠിച്ചവനെ തൗഫീഖ് ഞങ്ങളുടെ സന്തത സഹചാരി ആക്കണമേ എന്നാണ് എൻ്റെ അർത്ഥം. റഫീഖ് അങ്ങനെ കൂടെ നടക്കുന്ന ആൾ, സന്തത സഹചാരി, എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൻ്റെ തൗഫീഖ് ഉണ്ടാകണം റബ്ബേ. അതിന് ദുആ ചെയ്യുക. ആ തൗഫീഖ് ഉണ്ടായാൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താൻ കഴിയും. പഠിച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, നിങ്ങളുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, അവയുടെ നന്മക്ക്, നേട്ടത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ, ബന്ധുമിത്രാദികളുടെ, വേണ്ടപ്പെട്ടവരുടെയൊക്കെ നാനാവിധ ഹൈറിന് വേണ്ടി, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടായി കേരളത്തിൽ നിലനിന്ന് വരുന്നത് കൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള മുസ്ലിം ജനകോടികളേക്കാൾ അന്തസ്സാർന്ന നിലവാരം കേരളത്തിലെ മുസ്ലിമുകൾക്കുണ്ടായത്. അതിൽപ്പെട്ടതാണ് ഈ സ്ഥാപനം, പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്ഥാപനം. മറ്റൊരുപാട് കാര്യങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാഹ് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ദുആകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പഠിച്ചോം അതിനൊക്കെ നമുക്ക് അവസരങ്ങൾ തരുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് അള്ളാഹു ഈ സംരംഭം ഒരു സാലിഹ് അമലായി ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കൊരു ഉപഹാരമുണ്ട് ദാറുൽഹുദയുടെ വക. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്നൊരു കിതാബാണ്. അൽ അദബുൽ മുഫ്രദ്. അദബ് എന്ന് പറഞ്ഞൊരു ബാബ് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ട്, ബുഖാരിയിലുണ്ട്. പക്ഷേ ഇമാം ബുഖാരിക്ക് തോന്നി അദബ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്, അതുകൊണ്ട് അത് സ്വന്തമായിട്ടൊരു കിതാബാക്കണം. അദബുൽ മുഫ്രദ് പറഞ്ഞാൽ സ്വന്തമായി വിരചിതമായ അദബ്. അപ്പോൾ ആ കിതാബിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തരുന്നുണ്ട്. ദാറുൽഹുദ ആണ് നൽകുന്നത്. അല്ലാഹു തആല അത്തരം ഗുണപരമായ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നും നിർവഹിക്കാൻ ദാറുൽഹുദക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കട്ടെ. സ്വാമി.